ഈ ഒരു പേഷ്യൻ്റ് അവർക്ക് സിംപ്റ്റംസ് ലക്ഷണങ്ങൾ വെച്ചാണല്ലോ അവർ തുടങ്ങുന്നത്. പിന്നെ ടെസ്റ്റുകൾ. അങ്ങനെ ലക്ഷണങ്ങൾ വെച്ചും ടെസ്റ്റ് വെച്ചും പിന്നീട് അവർ കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ അവർക്ക് വേറെ അസുഖങ്ങളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ സാധാരണഗതിയിൽ അവർക്ക് ഏറ്റവും പേടിയുള്ള കാര്യമാണ് അവർ ആദ്യം ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഈ പേടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ട്രീറ്റ്മെൻറ്റിലേക്ക് ആളെ നയിക്കുന്നത്. അപ്പം ആ പേടിയുടെ പുറത്ത് വരുമ്പോഴത്തേക്കും ഏറ്റവും വലിയ പേടി ചിലപ്പം ക്യാൻസറോ അങ്ങനെയൊക്കെ ഉള്ള അല്ലെങ്കിൽ ഹാർട്ട് അല്ലെങ്കിൽ കിഡ്നി, ലിവർ അതൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. അപ്പം അങ്ങനെ ആ പേടിയിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ മൈൻഡ് തന്നെ ഫങ്ഷനിങ് ൽ എന്തെങ്കിലും തെറ്റിപ്പോകുന്നതാണോ? അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് ഡോക്ടർ തന്നെ എന്തെങ്കിലും ചെയ്താൽ മതി, എനിക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളൊരു തോന്നലിലേക്ക് വരുത്തുന്നത്. 2 രീതിയിലാണ് പേടി ആൾക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. അപ്പം ഒന്ന് നമ്മൾ പേടിച്ച് നമ്മൾ പോയി ഇപ്പൊ ക്യാൻസറൊക്കെ കണ്ടു കഴിയുമ്പോഴാണ് ചിലർ പേടിച്ചിട്ട് ആവശ്യമില്ലാതെ ഓപ്പറേഷന് ഡോക്ടർമാരെ നിർബന്ധിക്കുന്ന കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്. അത് ആക്ച്വലി ഞാനും അത്ഭുതപ്പെട്ടു പോയതാ. ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഒരു പേഷ്യൻ്റാ. അവരൊരു ഏഹ്, ഒരു 50, 55 വയസ്സുള്ള ലേഡിയാണ്. അവർക്ക് ബ്രസ്റ്റ് ഒരു മുഴ വന്നു. അത് ശരിക്കും 1 സെന്റിമീറ്റർ 1 ഇൻടു ലെസ് ദാൻ 1 സെന്റിമീറ്റർ ഉള്ള ഒരു സസ്പീഷ്യസ് ഗ്രോത്ത് കണ്ടു. അത് ഒരു ഹോസ്പിറ്റലിൽ പോയി അവര് ഫൈൻ നീഡിൽ ആസ്പിറേഷൻ ചെയ്തു. ഫൈൻ നീഡിൽ അല്ല, ശരിക്കും സക്ഷൻ ബയോപ്സി എന്ന് പറഞ്ഞതാണ് ചെയ്തത്. അത് കഴിഞ്ഞ് അതിനകത്ത് അവർക്ക് ഒന്നും കണ്ടില്ല. ക്യാൻസറലായിട്ടുള്ള ഒന്നുമില്ല. അപ്പൊ ആ ഡോക്ടേഴ്സ് അവിടുന്ന് പറഞ്ഞു ഒരു എക്സിഷൻ ഒരു ബയോപ്സിയും കൂടി എടുക്കണമെന്ന്. അപ്പൊ അവർക്ക് അതിന് മനസ്സ് വന്നില്ല. അത് കഴിഞ്ഞ് ആ ആശുപത്രിയിൽ അവർ നില്ലാതെ അടുത്ത ആശുപത്രിയിൽ പോയി. അത് കഴിഞ്ഞിട്ട് അവര് പറഞ്ഞു ഈ റേഡിയേഷൻ അതിന്റെ ഒരു ഇപ്പൊ ക്യാൻസർ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ റേഡിയേഷനൊക്കെ എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ ആ ആശുപത്രി വിട്ട് അവര് അടുത്ത ആശുപത്രിയിൽ പോയി. അവിടെ ചെന്നിട്ട് അവര് ഈ റിപ്പോർട്ടില് ക്യാൻസറിന്റെ ഒന്നും കാണിച്ചിട്ടില്ല. പക്ഷെ അവര് എന്റെ അടുത്ത് കൊണ്ടുവന്ന് കാണിച്ച റിപ്പോർട്ടിനകത്ത് അവർക്ക് ഒരു ബ്രസ്റ്റ് തന്നെ എടുത്ത് കളഞ്ഞിരിക്കുകയാ.